നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലയിൽ വീണ്ടും ലഹരിവേട്ട. 87.78 കിലോ കഞ്ചാവുമായി 7 പേർ പിടിയിൽ. PV അൻവറിന്റെ രാഷ്ട്രീയ നീക്കത്തിന് മറുപടിയുമായി VD സതീശൻ. ശക്തമായ മഴയിൽ ജില്ലയിൽ 60-ലധികം വീടുകൾക്ക് നാശനഷ്ടം. CPIM ശ്രീകൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി വനിത. MK ദേവിയാണ് പുതിയ ലോക്കൽ സെക്രട്ടറി. വാർത്തകൾ വിശദമായി. ജില്ലയിൽ വീണ്ടും ലഹരിവേട്ട. നെല്ലായ കൃഷ്ണപ്പടിയിൽ നിന്നും ഏകദേശം 87.78 കിലോ കഞ്ചാവുമായി 7 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വയനാട്, ചെറുപ്പുളശ്ശേരി, ആലപ്പുഴ, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 7 യുവാക്കളാണ് കഞ്ചാവുമായി പിടിയിലായത്. ഷർഫാറസ്, ജിസ്മോൻ, റിസ്വാൻ, നിഹാൽ, എബിൻ, മുഹമ്മദ് നിഷാം എന്നിവരാണ് പിടിയിലായത്. പിടിയിലായ ജിസ്മോനാണ് കേസിലെ മുഖ്യ കണ്ണിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇപ്പോൾ പിടിയിലായ കഞ്ചാവിന്റെ വിപണന മൂല്യം ഏകദേശം 45 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമെന്നാണ് പ്രാഥമിക കണക്കുകൾ. ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘം, ലഹരി വിരുദ്ധ സ്ക്വാഡ് എന്നിവരുടെ സംയുക്ത പരിശോധനയിലാണ് പ്രതികളെ പിടികൂടാനായത്. കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം കൂടുതൽ ശക്തമാക്കിയതായി പോലീസ് അറിയിച്ചു. ശക്തമായ മഴയെ തുടർന്ന് പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ 60-ലധികം വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ശനിയാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ തുടരുന്ന മഴയാണ് ഈ നാശനഷ്ടങ്ങൾക്ക് കാരണം. മഴയെ തുടർന്ന് 50-ലധികം വീടുകൾ ഭാഗികമായി തകർന്നതിനിടെ 10-ലധികം വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. പട്ടാമ്പി താലൂക്കിലെ കുലുക്കല്ലൂർ വില്ലേജിൽ 14 വീടുകളും, കൊപ്പം വില്ലേജിൽ 11 വീടുകളും, മണ്ണാർക്കാട് താലൂക്കിലെ പാലക്കയം വില്ലേജിൽ 1 വീടും, അട്ടപ്പാടി താലൂക്കിലെ അകളി വില്ലേജിൽ 2 വീടുകളും, പാലക്കാട് താലൂക്കിലെ കൊടുമ്പ്, മങ്കര, അകത്തേത്തറ, മണ്ണൂർ വില്ലേജുകളിൽ 11 വീടുകളും, ഒറ്റപ്പാലം താലൂക്കിലെ നെല്ലായ വില്ലേജിൽ 1 വീടും ഭാഗികമായി തകർന്നു. പൂർണ്ണമായി തകർന്ന വീടുകൾ പാലക്കാട് താലൂക്കിലെ മലമ്പുഴ വില്ലേജ്, മണ്ണൂർ, പട്ടാമ്പിയിലെ കുലുക്കല്ലൂർ വില്ലേജുകളിലായാണ്. നാശനഷ്ടങ്ങളുടെ വിലയിരുത്തൽ പുരോഗമിക്കുകയാണ്. കൂടുതൽ സഹായങ്ങൾ ആവശ്യമുള്ള കുടുംബങ്ങൾക്കായി അധികൃതർ നടപടി ആരംഭിച്ചിട്ടുണ്ട്. PV അൻവറിന്റെ രാഷ്ട്രീയ നീക്കത്തിന് പിന്നാലെ മറുപടി നൽകി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും ഷൊർണൂരിൽ നൽകിയ സ്വീകരണത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകുന്നതിനിടെ ഷൊർണൂരിൽ ട്രെയിൻ ഇറങ്ങിയപ്പോഴാണ് പ്രവർത്തകർ ഇരുവരെയും സ്വീകരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 11:30 ജനശതാബ്ദി എക്സ്പ്രസിൽ ഷൊർണൂരിൽ വന്നിറങ്ങിയ നേതാക്കൾക്ക് ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഉജ്ജ്വല വരവേൽപ്പാണ് നൽകിയത്. PV അൻവറിനെ UDFന്റെ ഭാഗമാക്കുന്ന കാര്യം സാഹചര്യമായി വിലയിരുത്തി തീരുമാനിക്കുമെന്ന് VD സതീശൻ പറഞ്ഞു. അവരുടെ പുതിയ സാഹചര്യങ്ങൾ കൂടി എല്ലാം വിലയിരുത്തിയിട്ടൊരു തീരുമാനമുണ്ടാവും. പുതിയതായ ഇലക്ഷൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പുണ്ടായ സാഹചര്യം അന്ന് ഞങ്ങൾ അദ്ദേഹത്തെ UDFന്റെ ഭാഗമാക്കാൻ വേണ്ടി തീരുമാനിച്ചു. പുതിയ സാഹചര്യം വിലയിരുത്തിയിട്ട് തീരുമാനമെടുക്കും. അൻവർ പറഞ്ഞത് സർക്കാർ നയങ്ങളാണെന്നും അത് തിരുത്താൻ കോൺഗ്രസിന് മാത്രമേ സാധ്യമാകൂ എന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതികരിച്ചു. സെക്രട്ടറി KP നൌഷാദ് അലി, DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു, DCC ജനറൽ സെക്രട്ടറിമാരായ K കൃഷ്ണകുമാർ, TY ഷിഹാബുദ്ദീൻ, VK ശ്രീകൃഷ്ണൻ, ബ്ലോക്ക് പ്രസിഡന്റ് TK ബഷീർ, ബ്ലോക്ക് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, മഹിളാ കോൺഗ്രസ് ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീകല രാജൻ തുടങ്ങിയവർ സ്വീകരണത്തിൽ പങ്കെടുത്തു. തിങ്കളാഴ്ച രാത്രിയുണ്ടായ കാറ്റിലും മഴയിലും ഒറ്റപ്പാലം മനുശ്ശേരിയിൽ വലിയ പുളിമരം കടപുഴകി വീണത് വൈദ്യുത കമ്പികൾക്ക് മുകളിലൂടെ. ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കെന്ന നാട്ടുകാർ. മനുശ്ശേരി വരിക്കാശ്ശേരി മന റോഡിൽ തെക്കുമുറി ഭാഗത്താണ് സംഭവം. ഇന്നലെ വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വടക്കേട്ടിൽ രാമദാസിന്റെ വീട്ടിലെ പുളിമരം കടപുഴകി വൈദ്യുത ലൈനിന് മുകളിലൂടെ വീഴുകയായിരുന്നു. 5 വൈദ്യുത കാലുകൾ പൂർണ്ണമായും 2 എണ്ണം ഭാഗികമായും തകർന്നു. ഈ സമയം തകർന്നു വീണ വൈദ്യുത പോസ്റ്റിനടിയിൽ നിന്ന് ചെറുകാട്ടുകുളം സ്വദേശികളായ ദമ്പതികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. വലിയ അപകടമാണ് ഒഴിഞ്ഞുമാറിയത്. ഇന്നലെ രാത്രി 7 മണി മുതൽ പ്രദേശത്ത് വൈദ്യുത ബന്ധം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഈ വഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. തകർന്നു വീണ പോസ്റ്റുകളും വൈദ്യുത കമ്പികളും റോഡിലാണ് കിടക്കുന്നത്. ഇത് എടുത്തു മാറ്റിയ ശേഷമേ ഈ വഴിയുള്ള ഗതാഗതം പുനരാരംഭിക്കാനാവൂ. പറഞ്ഞ 7:30-ക്കാണ് നല്ല കാറ്റ്, അതിശക്തമായ കാറ്റും മഴയും കൂടി ഉണ്ടായത്. അപ്പോഴാണ് ഈ ഒരു ഇവിടുത്തെ വടിക്കീട്ടിൽ രാമദാസിന്റെ വീട്ടിലുള്ള ഒരു പുളി മറിഞ്ഞത്. അങ്ങനെയാണ് ഇവിടെ ഒരു 6-7 പോസ്റ്റുകൾ
മാക്സിമം ഒരു 5 പോസ്റ്റുകൾ തന്നെ വീണിട്ടുണ്ട്. ഒരു 2 പോസ്റ്റുകൾ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട്. 6-7 പോസ്റ്റുകൾക്ക് നഷ്ടം വന്നിരിക്കുന്നു. ആ ടൈമിലൊരു സ്കൂട്ടിയിലൊരു ഭാര്യയും ഭർത്താവും കൂടി വന്ന് എങ്ങനെയാ അപകടത്തിൽ ചെറുതായ നൂലരക്കാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നിന്നാണ് കയറി പോകുമ്പോൾ അവർ പെട്ടെന്ന് മാറി. അവരെന്നിട്ട് ഞാൻ വാണിയോളം വഴി വരികയുണ്ടായിരുന്നു. അപ്പൊ അവരിനോട് പറഞ്ഞു അങ്ങോട്ട് പോകണ്ട, ഇവിടെ ഭയങ്കര ഇതാണ്, പോസ്റ്റ് വീണിരിക്കണമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പേടിച്ച് പറിച്ച് അങ്ങനെ പോകണം ആ മകൻ. വാർത്തകൾ തുടരുന്നു. കരിമ്പുഴ ആറ്റാശ്ശേരി ചാഴിയോട് പള്ളത്ത് റോഡിന്റെ മോശം അവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. 15 കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പ്രധാന റോഡാണ് ആറ്റാശ്ശേരി ചാഴിയോട് പള്ളത്ത് റോഡ്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിലൂടെയാണ് ഈ റോഡ് കടന്നുപോകുന്നത്. റോഡിന്റെ തുടക്കം ചെറിയ ഭാഗം മാത്രം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഭാഗം വലിയ കയറ്റിറക്കങ്ങളോടെയും ഭീഷണിയായ ഗതാഗത സ്ഥിതിയോടെയും ഏറെ അപകടകരമാണ്. 15 കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പ്രധാന റോഡാണിത്. പാലിയേറ്റീവ് രോഗികളെയും മുതിർന്നവരെയും ഉൾപ്പെടെ ആശുപത്രിയിൽ എത്തേണ്ടവർക്കും വാഹനങ്ങൾ എത്താൻ ബുദ്ധിമുട്ടാണ്. മഴക്കാലത്ത് സ്ഥിതി കൂടുതൽ ഗുരുതരമാകുന്നു. അധികാരികൾ ഉടൻ സ്ഥലത്തെത്തി നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ റോഡിന്റെ ഒരു ആകെ ഏകദേശം 25 വർഷമായിട്ട് ഈ റോഡ് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഈ റോഡ് അന്ന് ഏകദേശം പൂർണ്ണമായിട്ട് പണിയെടുത്തില്ല എന്ന് മാത്രമല്ല, അതിന്റെ അപ്പുറവും ഇപ്പുറമൊക്കെ ചില ഭാഗങ്ങൾ റോഡ് പണി ചെയ്തിട്ട് നടുക്ക് ഭാഗങ്ങളും തലഭാഗങ്ങളും ചെയ്യാതെ ഇപ്പോഴും വളരെ ദുരന്തമായിട്ട് ഈ റോഡിന്റെ അവസ്ഥ. കാരണം ഒരു രോഗിക്ക് ആസ്പത്രി കൊണ്ടുപോകണമെങ്കിൽ ഇവർക്ക് ചാഴിയോട് റോഡിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടിക്കാർ വിളിച്ചാൽ വരാത്തൊരവസ്ഥയാണ്. പ്രത്യേകിച്ച് മഴക്കാലമായ ആരും വരില്ല. അതുകൊണ്ട് വയോധികരായ വൃദ്ധരും ഒരുപാട് പേഷ്യന്റുകളുള്ള ഈ ഏരിയയിൽ പെട്ടെന്ന് റോഡ് പണി ചെയ്തിട്ടില്ലെങ്കിൽ ഈ മഴക്കാലം വളരെ ദുസ്സഹമായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്നാണ് പറയാനുള്ളത്. പല ആളുകളും കുട്ടികളും മുതിർന്നവരും ആശ്രയിക്കുന്ന ഈ റോഡിൽ, കർഷകരും ആശ്രയിക്കുന്ന ഈ റോഡിന്റെ പണി എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കണമെന്ന് പറയാനുള്ളത്. 16-ാം വാർഡിന്റെ ആ പടിഞ്ഞാറ് ഭാഗം തുടങ്ങുന്ന ഭാഗമാണ് ഈ റോഡ്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിന്റെ പടിഞ്ഞാറ് ഭാഗം തുടങ്ങുന്ന ഒരു എൻഡ് റോഡാണ് ഈ പള്ളത്തെ റോഡ്. അതുകൊണ്ട് ഇതിനെ ബന്ധപ്പെട്ട ഏജൻസികളും എഞ്ചിനീയർമാരും കണ്ട് ഈ റോഡിന്റെ അവസ്ഥ കണക്കിലെടുത്ത് ഇതിന് വന്നു നോക്കി ഇതിന്റെ എത്ര തുക സംഖ്യ ഈ റോഡിൽ വെച്ചാൽ ഇതിന്റെ സുഗമമായ പണിയെടുക്കുമെന്നും, അതുകൊണ്ട് ബന്ധപ്പെട്ട എല്ലാവരും ഈ സ്ഥലം പെട്ടെന്ന് സന്ദർശിച്ച് ഈ റോഡിന്റെ വേണ്ട തുക വെക്കണമെന്ന് മാത്രമാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. വളരെ അമ്പലപ്പാറ മേലൂരിൽ കനത്ത മഴയെ തുടർന്ന് പ്രദേശത്തെ 3 വീടുകൾക്ക് നാശനഷ്ടം. ചില വീടുകൾ താമസയോഗ്യമല്ലാത്തതായെന്നും അധികൃതർ അറിയിച്ചു. മേലൂർ 1-ാം വാർഡിലെ മഹാളിവട്ടം കോളനിയിൽ മോഹനന്റെ വീടാണ് മഴയിൽ തകർന്നത്. താമസയോഗ്യമല്ലാത്ത നിലയിലാണ് വീട്. വില്ലേജ് ഓഫീസറുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ പ്രദേശം സന്ദർശിച്ച പരിശോധന നടത്തി. അറവക്കാട് 3-ാം വാർഡിൽ ജാസ്മിൻ ചീനിക്കോട് എന്നിവരുടെ ലക്ഷം വീടിന്റെ ചുമരിടിഞ്ഞു. അമ്പലപ്പാറ വാർഡ് 4-ൽ കുഞ്ചുമാളു മുതൊടിക്കുന്ന് എന്നിവരുടെ വീട് ഇന്ന് രാവിലെ മഴയത്ത് തകർന്നു വീണു. ഇവരെ അടിയന്തരമായി മറ്റൊരു സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനവും വിലയിരുത്തലും അധികൃതർ തുടരുകയാണ്. KCV ന്യൂസ് അമ്പലപ്പാറ. കനത്ത മഴയിൽ കൃഷി നശിച്ച യുവ കർഷകനെ സഹായിക്കാൻ ചെർപ്പുളശ്ശേരി സ്വദേശികളായ പ്രവാസികൾ കൈകോർത്തപ്പോൾ നന്മയുടെയും സഹകരണത്തിന്റെയും മനോഹരമായ കഥയാണിവിടെ. വാർത്ത കാണാം. ചെർപ്പുളശ്ശേരി വീട്ടുകാട് കാട്ടുകണ്ണം സ്വദേശി അഷ്റഫ് പെരുന്നാളിനെയും ഓണത്തെയും മുന്നിൽ കണ്ട് വലിയ വിലയ്ക്ക് പാട്ടത്തിലെടുത്ത വയലിൽ കുമ്പളങ്ങ കൃഷി തുടങ്ങി. പക്ഷേ തീവ്രമായ മഴ കൃഷിയിടം വെള്ളത്തിലാക്കാൻ എത്തിയപ്പോൾ കൃഷി നശിക്കാനുള്ള ഭീഷണി ഉയർന്നു. ഇതിനിടെ അഷ്റഫ് തന്റെ സുഹൃത്തായ സിദ്ദിഖ് മുഖേന ചെർപ്പുളശ്ശേരി UAE പ്രവാസി കൂട്ടായ്മയെ ബന്ധപ്പെട്ടു. കൂട്ടായ്മയിലെ അംഗങ്ങൾ നേതാക്കൾ ചേർന്ന് നാട്ടുകാരും യുവജന സന്നദ്ധ പ്രവർത്തകരും സഹായത്തിനെത്തി. 4000 കിലോയ്ക്ക് മുകളിൽ കുമ്പളങ്ങ സുരക്ഷിതമായി മാറ്റി. ഇതിൽ 2 ടൺ കുമ്പളങ്ങ വിലക്കെടുത്തു. ശേഷിച്ച കായ്ക്കറികൾ വിവിധ സ്ഥാപനങ്ങൾക്ക് സൗജന്യമായി നൽകി. പ്രവാസികളും നാട്ടുകാരും ചേർന്നുള്ള ഈ കൈകോർക്കൽ കർഷകനായി അഷ്റഫിന് വലിയ ആശ്വാസമാണ് നൽകിയത്. CPIM ശ്രീകൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റിയിലേക്ക് ആദ്യമായി വനിതാ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തു. AK ദേവിയാണ് പുതിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. മുൻ ജില്ലാ പ്രസിഡന്റ് അംഗവും വിവിധ സംഘടനകളിൽ സജീവവുമായ MK ദേവിയാണ് CPM ശ്രീകൃഷ്ണപുരം ലോക്കൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതുവരെ ഈ പദവിയിൽ ഒരുങ്ങിയിരുന്ന B രാജേഷ് സഹകരണ ബാങ്ക് ജോലിക്കാരനായി തിരിച്ചുപോയതിനെ തുടർന്നാണ് ഈ തീരുമാനം. പാർട്ടി മുഴുവൻ സമയ പ്രവർത്തകരെ മാത്രമേ ലോക്കൽ സെക്രട്ടറി ആയിരിക്കാമെന്ന് തീരുമാനിച്ചതിനാണ് ദേവിയെ തിരഞ്ഞെടുത്തത്.
കഴിഞ്ഞ കാലം മുതൽ വിവിധ CPM സംഘടനകളിൽ സജീവമായിരുന്ന ദേവി പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന MC നാരായണൻ, മുൻ ലോക്കൽ സെക്രട്ടറിയും അധ്യാപക സംഘടനയുടെ ജില്ലാ നേതാവുമായിരുന്ന M ശാസ്ത്രശർമ്മൻ, MM ശങ്കരനാരായണൻ എന്നിവരുടെ കുടുംബത്തിൽ നിന്നുമാണ് MK ദേവി സംഘടനയുടെ ലോക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത്. ശ്രീകൃഷ്ണപുരം CPMന്റെ LC സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഇന്നലത്തെ യോഗത്തിലാണ് തീരുമാനമായത്. ശ്രീകൃഷ്ണപുരത്ത് വനിതാ സെക്രട്ടറി എന്നുള്ളത് ആദ്യത്തെയാണ്. നമ്മുടെ പ്രദേശത്ത് സ്ത്രീകളെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾക്ക് മുന്നിൽ നിന്ന് ഏകദേശം 10-30 വർഷക്കാലം മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തനത്തിലൂടെ പാർട്ടിയിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ SFI എന്നുള്ള രീതിയിലും കോളേജിലും പ്രവർത്തനങ്ങളിലുണ്ട്. അങ്ങനെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് കുറേ കാലങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2 ടേമിലും LCയിൽ അംഗമായിട്ട് തുടരുകയാണ്. ഈ ടേമിൽ LC സെക്രട്ടറി എന്നുള്ള ഒരു സാധ്യത സമ്മേളനത്തിന് ശേഷം നിലവിലുള്ള LC സെക്രട്ടറി തിരിച്ച് ജോലിയിൽ കയറണം എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ ആ സ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നതാണ്. എന്തായാലും ശ്രീകൃഷ്ണപുരത്തെ വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം നഗരസഭയുടെ നേതൃത്വത്തിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ഗണിത ഭാഷാ നൈപുണി വികസന പദ്ധതിക്ക് തുടക്കമായി. നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. LP UP വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ ഒറ്റപ്പാലം നഗരസഭയുടെ വേറിട്ട പദ്ധതിക്കാണ് ചൊവ്വാഴ്ച തുടക്കമായത്. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തിയാണ് ഈ അധ്യയന വർഷം ഗണിത ഭാഷാ നൈപുണി വികസന പദ്ധതി നടപ്പിലാക്കുന്നത്. ഗണിതത്തിലും ഭാഷാ വിഷയങ്ങളിലും പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്തി പഠന നിലവാരം മെച്ചപ്പെടുത്താനുള്ള പദ്ധതിയാണിത്. നഗരസഭാ പരിധിയിലെ മുഴുവൻ LP UP സ്കൂളുകളിലും പദ്ധതി നടപ്പിലാക്കും. ഇതിനായി അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകും. വർക്ക്ഷീറ്റും പ്രത്യേക പരീക്ഷയും നൽകി കോവിഡിന് ശേഷം ചില വിദ്യാർത്ഥികളുടെ പഠന നിലവാരം കുറഞ്ഞെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് നഗരസഭയുടെ മാതൃകാ പദ്ധതി. LP UP തലങ്ങളിൽ തന്നെ നിലവാരം മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം. അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA ഗണിതം 1ാം ഭാഗം വർക്ക്ഷീറ്റ് AEO P ശാന്തകുമാരിക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി അധ്യക്ഷയായി. നഗരസഭ വൈസ് ചെയർമാൻ K രാജേഷ്, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ T ലത, K അബ്ദുൽ നാസർ, P മായ, ഫൗസിയ ഹനീഫ, നഗരസഭ മുനിസിപ്പൽ എഞ്ചിനീയർ T ജയപ്രകാശ്, ഒറ്റപ്പാലം BRCയിലെ അധ്യാപിക രമ എന്നിവർ സംസാരിച്ചു. ഗണിതത്തിലും പിറകിൽ നിൽക്കുന്ന 2 മുതൽ 7 വരെ ക്ലാസ്സിലെ കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പിന്തുണ നൽകുന്നതിന് വേണ്ടി നഗരസഭ സന്നദ്ധമായി എന്നത് ഏറ്റവും സന്തോഷകരമായ അഭിമാനകരമായ കാര്യമാണ്. നമുക്ക് മനസ്സിലാക്കാനാകും നമ്മുടെയൊക്കെ നാട്ടിലെ വിദ്യാലയങ്ങളിൽ ഏറ്റവും പഠനരംഗത്ത് പിറകിൽ പോകുന്നത് ആരാണ്? നിരീക്ഷിച്ചാൽ നമുക്ക് സമൂഹത്തിൽ ഏറ്റവും സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നോക്കം നിൽക്കുന്നവരാണ്. അങ്ങനെ പിന്നോക്കം നിൽക്കുന്നവരെ അവഗണിക്കുകയല്ല, ആ പിന്നോക്കം നിൽക്കുന്ന ഓരോ കുട്ടിയെയും അഡ്രസ് ചെയ്യുക, അവരിലേക്ക് ഓരോ കുട്ടിയിലേക്കും എത്തുക എന്നുള്ളതാണ് ഗുണമേന്മ വിദ്യാഭ്യാസം കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് പൊതുവിൽ ഉദ്ദേശിക്കുന്നത്. KCV ന്യൂസ് ഒറ്റപ്പാലം. KPCCയുടെ പ്രസിഡന്റായി ചുമതലയേറ്റ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനും പ്രതിപക്ഷ നേതാവിനും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. ഇരുവരും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചായ കുടിച്ച ശേഷം കാർ മാർഗമാണ് നിലമ്പൂരിലേക്ക് യാത്ര തുടർന്നത്. ചൊവ്വാഴ്ച രാവിലെ 11:25 തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന ജനശതാബ്ദി എക്സ്പ്രസിൽ വന്നിറങ്ങിയ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. സെക്രട്ടറി KP നൌഷാദ് അലി, DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു, DCC ജനറൽ സെക്രട്ടറിമാരായ K കൃഷ്ണകുമാർ, TY ഷിഹാബുദ്ദീൻ, VK ശ്രീകൃഷ്ണൻ, ബ്ലോക്ക് പ്രസിഡന്റ് TK ബഷീർ, ബ്ലോക്ക് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, മഹിളാ കോൺഗ്രസ് ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീകല രാജൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശോഭ, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TK ആഷിഖ്, ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് സെക്രട്ടറിമാരായ വിൻസെന്റ്, ശ്രീനിവാസൻ, മുത്തു, പ്രിയദർശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ട്രെയിൻ മാർഗം ഷൊർണൂരിൽ വന്നിറങ്ങിയ സണ്ണി ജോസഫ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും
ചായ കുടിച്ച് കാർ മാർഗമാണ് നിലമ്പൂരിലേക്ക് യാത്ര തുടർന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 61ാമത് ചരമവാർഷികം ആചരിച്ചു. മുരുക്കൻപറ്റ കോൺഗ്രസ് ഭവനിലും അമ്പലപ്പാറ മണ്ഡലം കമ്മിറ്റി ഓഫീസിലും സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനങ്ങളിലും പുഷ്പാർച്ചനയിലും നേതാക്കൾ പങ്കെടുത്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ സാജന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പി ദിവാകരൻ, PS രാധാകൃഷ്ണൻ, KC അബ്ദുൾ റഹ്മാൻ, K കബീർ, K സുരേഷ് കുമാർ, സൂര്യനാരായണൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ വീണ്ടും ലഹരിവേട്ട. 87.78 കിലോ കഞ്ചാവുമായി 7 പേർ പിടിയിൽ. PV അൻവറിന്റെ രാഷ്ട്രീയ നീക്കത്തിന് മറുപടിയുമായി VD സതീശൻ. ശക്തമായ മഴയിൽ ജില്ലയിൽ 60-ലധികം വീടുകൾക്ക് നാശനഷ്ടം. CPIM ശ്രീകൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി വനിത. MK ദേവിയാണ് പുതിയ ലോക്കൽ സെക്രട്ടറി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. KC വാർത്തകളിൽ ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.